വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആളുകളുടെ കൂടെ ഇരുന്ന് രാമായണം പാരായണം ചെയ്തതിൻ്റെ വ്യാഖ്യാനം ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശാരദയുടെ ചോദ്യത്തിനുള്ള എല്ലാ മറുപടിയും സങ്കടത്തിനുള്ള എല്ലാ ആശ്വാസവും ആ വ്യാഖ്യാനത്തിൽ ഉണ്ടായിരുന്നു. അവസാനം എല്ലാം പറഞ്ഞു തീർന്ന ശേഷം ഗോപാലകൃഷ്ണൻ എല്ലാം മറക്കുക, ക്ഷമിക്കുക എന്ന് കൈകൂപ്പി അങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം പതിയെ ശാരദാമ്മയും അങ്ങ് എഴുന്നേൽക്കുകയാണ് സങ്കടത്തോടു കൂടി. അതിനിടയ്ക്ക് അവിടെ ഇരുന്ന ശേഷം ശാരദാമ്മ ഗോപാലകൃഷ്ണൻ തന്നെ കല്യാണം കഴിച്ച് രാജേശ്വരിയോടൊപ്പം പോയതും പിന്നീട് ആക്സിഡൻറ്റ് പറ്റി ഗോപാലകൃഷ്ണനെ ശാരദാമ്മ രക്ഷിച്ചതും പിന്നീട് രാജേശ്വരി വിഷം കൊടുത്തപ്പോൾ ശാരദാമ്മ രക്ഷയായതും ഒക്കെ ഓർക്കുന്നുണ്ട്. അവസാനം ശാരദാമ്മ എഴുന്നേറ്റങ്ങ് പോവുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ നോക്കുന്നുണ്ട്. വീണ്ടും രാമായണം അങ്ങ് വായിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ ആകെ സങ്കടമാകുന്നുണ്ട് ശാരദാമ്മയുടെ മുഖഭാവത്തിൽ. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമയെ ഭക്ഷണം കഴിക്കാനായിട്ട് പൊന്നി ചെന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം തലവേദനയാണ് എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങ് കിടക്കുകയാണ്. തുടർന്ന് പൊന്നി വന്നത് രാഘവൻ നായരോട് പറയുന്നുമുണ്ട്. അന്നേരം വീൽ ചെയർ തള്ളിക്കൊണ്ട് രാഘവൻ നായർ മുറിയിലേക്ക് ചെല്ലുകയാണ്. അന്നേരം തലവേദനയാണ് രാഘവേട്ട എന്ന് ആ വീൽ ചെയറിൻ്റെ ശബ്ദം കേട്ട് സത്യഭാമ രാഘവൻ നായരെ ഒഴിവാക്കാനായി പറയുകയാണ്. അന്നേരം ആകെ വിഷമിച്ചാണ് ഭാമ കിടക്കുന്നത്. അന്നേരം നിൻ്റെ ഇപ്പോഴത്തെ തലവേദനയുടെ കാരണമൊക്കെ എനിക്കറിയാം, പക്ഷേ അതിന് ആഹാരം ഒഴിവാക്കുന്നത് നല്ല പ്രതിവിധിയല്ല. പാതി ജീവനെ എനിക്കിപ്പോൾ പാതി ശരീരം തളർന്ന ഒരു ജീവനാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാൻ വീൽ ചെയറിലുമാണ്. അതിൻ്റെ മേളിൽ നീ ഇനിയും ഭാരം കയറ്റി വെക്കരുതേ, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സത്യഭാമയങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് വേണമെന്നാണ് രാഘവേട്ടൻ പറയുന്നതെന്ന്. അന്നേരം കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊന്നും ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും അത് മക്കൾക്കും ഭർത്താവിനും ഒക്കെ കുറ്റമാണല്ലോ എന്ന് പറഞ്ഞ് ഭാമയങ്ങ് ഇരിക്കുകയാണ്. അന്നേരം എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാൻ ചെയ്തത് ശരിയല്ലേ രാഘവേട്ടാന്ന് ചോദിച്ചാൽ ശരിയാണ് എന്ന് പറയാനുള്ളൊരു തീരുമാനം എനിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാനിപ്പോൾ എന്താ വേണ്ടത്? ഭക്ഷണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് ഭാമ അങ്ങ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അന്നേരം ഭക്ഷണം കഴിക്കുക മാത്രമല്ല, നീ ഇങ്ങനെ പഴയ ഭാമയെ പോലെ ഊർജ്ജസ്വലയായിട്ട് ഇവിടെയൊക്കെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഞാനെന്ത് ചെയ്യാനാന്നും പറഞ്ഞ് ഭാമ ഇരിക്കുമ്പോൾ ആ അവസരം മുതലെടുക്കുകയാണ് രാഘവൻ നായർ. രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, വാക്കാണ് ദൈവം എന്നൊക്കെ പറഞ്ഞല്ലേ സത്യഭാമ നടക്കാറുള്ളത്, എന്നിട്ട് കൊടുത്ത വാക്കിനിപ്പോൾ ഒരു വിലയുമില്ലല്ലോ എന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം മനസ്സിലായില്ല എന്ന് ഭാമ പറയുമ്പോൾ, അല്ല വിഷ്ണുവിനെ നീ വെല്ലുവിളിച്ചിരുന്നല്ലോ, സുസ്മിതയുടെ കല്യാണം ഉടനെ നടത്തും, ഒരു ദിവസക്കണക്കൊക്കെ നീ പറഞ്ഞല്ലോ, അതിപ്പോൾ എന്തായി എന്ന് ചോദിക്കുകയാണ്. പിന്നെ സത്യഭാമ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നടത്തിയിരിക്കും. രോഹിത്തിൻ്റെ അമ്മ പത്മാവതിയോട് നാളെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കാം, അതുടനെ നടത്തും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട്, ഈ സംസാരം കേട്ടുകൊണ്ട് സുസ്മിത താഴോട്ട് വരുമ്പോൾ ഇത് കേൾക്കുകയാണ്. അന്നേരം ഇവിടെ എന്താ ഒരു സുസ്മിതയുടെ കാര്യം, എൻ്റെ കല്യാണ കാര്യമാണല്ലോ ചർച്ച ചെയ്യുന്നത്, ഓണത്തിനിടയിൽ ഇങ്ങേര് പുട്ടുകച്ചവടം നടത്തുകയാണോ? മക്കളെ മരുമക്കളെയൊക്കെ ഒഴിവാക്കി വിട്ടിട്ടും ഇങ്ങേരിത് എന്നെ വിടുന്ന രക്ഷയില്ലല്ലോ എന്നും പറഞ്ഞ് ഇതൊക്കെ കേട്ട് സുസ്മിത അങ്ങ് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ആലോചിക്കുകയാണ്, വിഷ്ണുവും ശാലിനിയും ഇവിടെ ഇല്ലെങ്കിലും നിന്നെ വാശി കയറ്റിയാലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ എന്നെനിക്കറിയാം. ഈ കല്യാണം എന്തായാലും നടന്നിരിക്കണം, നീ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും ഇതെന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട്, എന്താ രാഘവേട്ട അത് പോരെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് മതി ഇന്ന് രാഘവൻ നായർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടങ്ങ് പറയുകയാണ്. എന്നിട്ട് മനസ്സിൽ കരുതുന്നതാണ്, നിനക്ക് ഞാൻ വാശി ഉണ്ടാക്കും, ഈ കല്യാണം എങ്ങനെയും നടത്തുമെന്ന് രാഘവൻ നായർ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ സത്യഭാമ മുഹൂർത്തം കുറിക്കാൻ പോയ പിള്ളയെയും പിന്നെ അമ്മയെ കൂട്ടി വരാമെന്ന് പറഞ്ഞ് രോഹിത്തിനെയും കാത്തു നിൽക്കുകയാണ്. അത് രാഘവൻ നായരോട് ചോദിക്കുന്നുമുണ്ട്, പിള്ളച്ചേട്ടൻ വന്നില്ലേ എന്നൊക്കെ. അന്നേരം ഇല്ലയെന്ന് പറയുകയാണ്. പക്ഷേ ഈ സമയത്ത് സത്യഭാമയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ വരുന്നത് വിഷ്ണുവും ശാലിനിയും കൂടിയാണ്. സത്യഭാമ ഈ മുഹൂർത്തത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് മുകളിൽ നിന്ന് സുസ്മിത കേൾക്കുന്നുണ്ട്. സുസ്മിത അങ്ങനെ പരിങ്ങി നിൽക്കുമ്പോൾ ഭാമ സുസ്മിതയെ കാണുകയാണ്. അന്നേരം വാ മോളെ എന്ന് വിളിക്കുമ്പോൾ ആ ദേഷ്യം പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് സുസ്മിത ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും വാതിൽക്കൽ തന്നെ നിൽക്കുമ്പോൾ രാഘവൻ നായർ കാണുകയാണ്. ഭാമയും കാണുന്നുണ്ട്. പക്ഷേ ഭാമ അങ്ങ് ദേഷ്യഭാവത്തിലിരിക്കുകയാണ്. തുടർന്ന് കയറി വാ മക്കളെ എന്ന് രാഘവൻ നായർ ഒന്ന് രണ്ട് തവണ വിളിക്കുമ്പോൾ ആദ്യം ശാലിനി കയറി വരുന്നുണ്ട്. മടിച്ച് പുറകെ വിഷ്ണു വരികയാണ്. തുടർന്ന് രാഘവൻ നായർ ശാലിനിയോട് ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെയും ചോദിക്കുമ്പോൾ ഭേദമുണ്ട് അച്ഛാന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെന്ന് വാങ്ങിച്ചതല്ലേ എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം സുസ്മിത എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ഒച്ച എടുക്കുമ്പോൾ സത്യഭാമ ചൂടാവുകയാണ്. ഇവിടെ ഒച്ച എടുക്കണ്ട, മക്കളുടെയും മരുമക്കളെയും രക്തം കുടിക്കുന്ന രാക്ഷസിയാണ് എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ, ഇപ്പോൾ എന്ത് സംഭവിച്ചു? ശാരദാമ്മയുടെ വീടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണോ എന്ന് ചോദിക്കുകയാണ് ഭാമ വിഷ്ണുവിനോട്.
അന്നേരം ഞാനൊരു വഴക്കിന് വന്നതല്ല, ഇപ്പോൾ ഞാൻ വന്നത് എന്തിനാണെന്ന് ശാലിനി പറയും എന്ന് വിഷ്ണു പറയുമ്പോൾ, അല്ലെങ്കിലും ഇപ്പോൾ നിൻ്റെ നാവും കാതും ശബ്ദവും ഒക്കെ ഇവളാണല്ലോ, ഈ തിരുവെഴുന്നള്ളത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയണം എന്ന് ശാലിനിയെ പരിഹസിക്കുകയാണ് ഭാമ. തുടർന്ന് ശാലിനി പറയുകയാണ്, വീട്ടിൽ രാമായണ പൂജ നടത്തുന്നുണ്ട്, സത്യാമ്മ വന്ന് പങ്കെടുക്കണം, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്നും സിന്ദൂരം എടുത്തിട്ട് സത്യഭാമയുടെ നെറ്റിയിലേക്ക് തൊടാനായിട്ട് വരുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഭാമ അങ്ങ് എഴുന്നേൽക്കുകയാണ്. അന്നേരം ഭാമയെന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, ഇവിടെ വന്ന് പൊട്ടുകുത്തും, അവിടെ ചെല്ലുമ്പോൾ നെഞ്ചിൽ കുത്തും, അതല്ലേ നിന്റെ സ്ഥിരം പരിപാടിയെന്ന് ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരോടും പറയുകയാണ്, രാഘവേട്ടൻ അല്ലെങ്കിൽ പറയേ, ഇവളുടെ വീട്ടിൽ ഞാൻ പൂജയ്ക്കോ എന്തെങ്കിലും പോയ ചടങ്ങിൽ അപമാനിക്കപ്പെടാതെ ഞാൻ ഇന്നേ വരെ തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന്, അതുകൊണ്ട് പൂജയുമില്ല, രാമായണമില്ല, മഹാഭാരതമില്ല, നീ ഇവിടെ നിന്ന് പോകാൻ നോക്കുമെന്ന് ശാലിനിയോട് പറയുകയാണ്. ആകെ വിഷമിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ശാലിനി. അത് കണ്ടിട്ട് വിഷ്ണു ശാലിനി ഇങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന്. അന്നേരം നീ ഒന്നും പറയണ്ട, ഇവൾ ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിഞ്ഞു, പണ്ടേ ഇവള് നിന്നെ എന്നിൽ നിന്നും പിടിച്ച് അടർത്തി മാറ്റി കഴിഞ്ഞതാണ്, ഇപ്പോൾ എൻ്റെ മകളെയും ഇവള് തട്ടിയെടുത്തു, ഇനി ദേ ഇരിക്കുന്ന ഈ മനുഷ്യനെ കൂടി വേണമെങ്കിൽ എന്നിൽ നിന്ന് അകറ്റാമെന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, ഞാൻ ആരിൽ നിന്നും അകറ്റിയെന്നാണ് പറയുന്നത്, പ്രീതി ഇപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ്, പണ്ടത്തേതിനേക്കാൾ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പവും സത്യാമ്മയുടെ ഭർത്താവിൻ്റെ ഒപ്പവും എന്ന് പറയുമ്പോൾ രാഘവൻ നായർ അത് തലവലിക്ക് സമ്മതിക്കുന്നുണ്ട്. അന്നേരം നിൻ്റെ ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട, കടന്നുപോടി എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് 2-3 തവണ ഭാമ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് പുറകോട്ട് മാറുകയാണ്. അന്നേരം സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഇവളങ്ങനെ ഒഴിഞ്ഞു മാറുന്നതല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്നും പറഞ്ഞ് ഒരു നിമിഷം സുസ്മിത ചിന്തിച്ച് നിൽക്കുമ്പോൾ അങ്ങ് വാതിൽക്കൽ എത്തിയ ശേഷം ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് ശാലിനി ആ സിന്ദൂരം എടുത്തിട്ട് കയ്യിൽ തൊടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സർവസഹായ ഭൂമിദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏകപത്നി വ്രതക്കാരനായ ശ്രീരാമചന്ദ്രന് വേണ്ടി നടത്തുന്ന രാമായണ പൂജയിൽ എൻ്റെ ഭർത്തൃമാതാവ് ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിന്ദൂരം ആ പടിയിൽ ഇങ്ങനെ സത്യഭാമയുടെ നെറ്റിയിൽ തൊടുന്നത് പോലെ തൊടുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ നിൽക്കുന്ന ഭാമയോട്, ഇനിയെങ്കിലും നിന്റെ ദുർവാശിയൊന്ന് അവസാനിക്കും ഭാമയെ, രാമായണ പൂജ നിരസിക്കുക എന്ന് പറഞ്ഞാൽ രാവണനെ നിരസിക്കുന്നതിന് തുല്യമാണ്, പിന്നെ രാവണനേ ഉള്ളൂ, അത് ശത്രുപക്ഷമാണ്, അസുര രാക്ഷസ വംശമാണ് എന്ന് പറയുമ്പോൾ ദേഷ്യം നിൽക്കുന്ന ഭാമ ഒരു വിധത്തിലും നിവർത്തിയില്ല എന്ന് മനസ്സിലാക്കി ശരി ഞാൻ വരാം എന്നങ്ങ് സമ്മതിക്കുകയാണ്. അന്നേരം അത് കേട്ട് വിഷ്ണുവിനും ശാലിനിക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട്, രാഘവൻ നായർക്കും അതേപോലെ തന്നെ. പക്ഷെ സുസ്മിതയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. തുടർന്ന് ശാലിനി സത്യഭാമയോട് വന്ന് സത്യാമ്മ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത കരുതുകയാണ്, ഈ ക്ലൈമാക്സിൽ ആൻറ്റി കൊണ്ടുവന്ന് ചളമാക്കി കളഞ്ഞു, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് പുണ്യമാണോ അവ കിട്ടാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ്. അന്നേരം എന്നാൽ ഞങ്ങൾ ഇറങ്ങാം അമ്മേ, അച്ഛൻ ഇറങ്ങട്ടെ എന്നിങ്ങനെ ചോദിച്ച ശേഷം വാന്നും പറഞ്ഞ് ശാലിനി വിളിക്കുമ്പോഴാണ് പത്മാവതി അമ്മയും കൂട്ടി രോഹിത് ബൈക്കിൽ എത്തിയ ശേഷം അങ്ങ് അകത്തേക്ക് കിടക്കുന്നത്. അന്നേരം രോഹിത്തിനെ കണ്ട് ആന്നും പറഞ്ഞ് ഇങ്ങനെ വിഷ്ണു നിൽക്കുകയാണ്. ശാലിനി സന്തോഷിച്ച് നിൽക്കുമ്പോൾ ആകെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് സുസ്മിത. അവരെ സ്വീകരിക്കാനുള്ള തിടുക്കത്തിലാണ് സത്യഭാമയും. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.